സ്വർണ്ണക്കടത്ത്, പരിശുദ്ധ ഖുർആൻ, ഈന്തപ്പഴത്തിലെ കുരു, ഓഫായി പോയ GPS, കത്തിപ്പോയ സെക്രട്ടേറിയറ്റ്, നശിച്ചുപോയ ഫയലുകൾ, മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹ ചടങ്ങ്, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്നുള്ള ഫോൺ കോൾ, ക്ലിഫ് ഹൗസിലെ ചടങ്ങ്, 6 മാസക്കാലം വാർത്ത എഴുതി മുഖ്യമന്ത്രിയുടെ ഓഫീസർ, മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, മുൻ സ്പീക്കർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭ, ഓരോ ദിവസവും ഓരോ വാർത്ത. എന്താ ഉണ്ടായ അനുഭവം? തെരഞ്ഞെടുപ്പ് വന്നപ്പോ UDF കരുതി മാധ്യമ സ്ഥാപനങ്ങളുടെ മുതലാളിമാരുടെ മേശയിൽ നിന്ന് താഴേക്ക് വീഴുന്ന അപ്പക്കഷ്ടം രുചിച്ചുകൊണ്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി UDF വിചാരിച്ചു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകും. ആലപ്പുഴയിൽ ഈ 2 കൊലപാതകങ്ങൾ ഉണ്ടായതിനു ശേഷം RSS തീരുമാനിച്ചത് എന്താണ്? 100 കണക്കിന് കേന്ദ്രങ്ങളിൽ നിന്ന് ഒരറിയിപ്പും കൂടാതെ ഒരു രാത്രിയിൽ പൊടുന്നനെ റൂട്ട് മാർച്ച് ആരംഭിക്കണം. മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിലൂടെ കടന്നു വരണം. അവരെ അപഹസിക്കുന്ന മുദ്രാവാക്യം വിളിക്കണം. അവരെ മതവിദ്വേഷം ജനിപ്പിക്കുന്ന അന്തരീക്ഷം ഉണ്ടാകണം. അത് കലാപത്തിലേക്ക് നയിക്കണം. ആര് റിപ്പോർട്ട് കൊടുത്തു? നമ്മുടെ വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തു. എല്ലാ റാലികളെയും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. രഹസ്യമായി സംഘപരിവാർ തീരുമാനിച്ചതാണ്. പക്ഷേ തിരിച്ചറിയാൻ നമ്മുടെ കേരള പോലീസിന് കഴിഞ്ഞു. അതായത് 2 കൊലപാതകത്തിന് ശേഷം ആലപ്പുഴയിൽ ഒരു കലാപം ഇതായിരുന്നു അവർ ആഗ്രഹിച്ചത്. നടന്നോ? ഇവിടെ പാലക്കാട് എന്താ അവർ ആഗ്രഹിച്ചത്? 2 കൊലപാതകങ്ങൾ മാത്രമാണോ? പാലക്കാടിന്റെ മതനിരപേക്ഷ മനസ്സ് തകർക്കണം. അതിശക്തമായ മതനിരപേക്ഷ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന് കരുത്തും വളക്കുറുമുള്ള ഈ മണ്ണിൽ മത തീവ്രവാദം പ്രോത്സാഹിപ്പിക്കണം. കലാപത്തിന്റെ എരുതിയിലേക്ക് വലിച്ചെറിയപ്പെടണം. ഇതല്ലേ ആഗ്രഹിച്ചത്? എന്തുകൊണ്ട് നടന്നില്ല? ഇപ്പൊ നമ്മൾ ഓർമ്മിക്കണം, ഒറീസയിലാണ് ക്രിസ്ത്യൻ മതവിശ്വാസികൾ അവരുടെ വിശുദ്ധ ഗ്രന്ഥമായി കരുതുന്ന ബൈബിൾ കത്തിച്ചു കളഞ്ഞു. കാന്തമാൽ കലാപത്തിനിടയിൽ ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ സന്യാസിനി സമൂഹമാണ് കന്യാസ്ത്രീകൾ. അവർ ആക്രമിക്കപ്പെട്ടു, തല തകർക്കപ്പെട്ടു, ബലാത്കാരം ചെയ്യപ്പെട്ടു. എന്താ കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗം തിരിച്ചറിയണ്ടേ? ഇവിടെ എന്തുകൊണ്ടാ ക്രിസ്ത്യൻ മതവിശ്വാസികൾ അവരുടെ ഗ്രന്ഥമായി കരുതുന്ന വിശുദ്ധ ബൈബിൾ കത്തിക്കാൻ RSS താല്പര്യമില്ലാഞ്ഞിട്ടാണോ? ഒളവണ്ണ നമ്മൾ കണ്ടതാണ്. കുസുമം മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പ്രവർത്തകയായിരുന്നു. മദർ തെരേസയുടെ പിൻഗാമികളാണ്. തലയടിച്ച് തകർത്തില്ലേ? സമാദരണീയനായ സഖാവ് VS ആണ് അന്ന് അവിടുത്തെ മതനിരപേക്ഷ മഹാസംഗമം ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു. എന്തായിരുന്നു ഉണ്ടായ അനുഭവം? അവരെ തലയടിച്ച് തകർത്തു. അവരെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. കോഴിക്കോട് ഒളവണ്ണയിൽ RSS. അങ്ങനെ പല രൂപത്തിൽ 3 ആഴ്ചകൾക്ക് പുറകിലാണ് മഹാരാഷ്ട്രയിൽ ശിവറാം എന്ന് പേരുള്ള 78 വയസ്സുകാരൻ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടയാളാണ്. സമയം തെറ്റി ക്ഷേത്ര ദർശനം നടത്തി എന്നാരോപിച്ച് സംഘപരിവാരം കൊലപ്പെടുത്തി. എന്തുകൊണ്ട് ഇത് കേരളത്തിൽ ഉണ്ടാകുന്നില്ല? പിന്നോക്ക ദലിത് വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു മതവിശ്വാസികളെ ആക്രമിക്കാനുള്ള കരുത്ത് RSSന് കേരളത്തിൽ താല്പര്യമില്ലാണ്ടാണോ? നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ 2016 കാലയളവിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ യദുകൃഷ്ണൻ അദ്ദേഹം ക്ഷേത്രത്തിന്റെ ശ്രീകോവിലേക്ക് നടന്നു കയറി. നമ്മുടെ ഓർമ്മയിലുണ്ട്. നടന്നു കയറിയപ്പോൾ എന്തായിരുന്നു പ്രതിഷേധം? NDAയുടെ സ്ഥാനാർത്ഥിയായ തിരുവല്ലയിൽ മത്സരിച്ചയാൾ അക്കിരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് നിരാകാര സമരമാണ്. എന്താ സമരം? ഹിന്ദുമത വിശ്വാസിയല്ലേ യദുകൃഷ്ണൻ? ആണ്. അപ്പോഴെന്താ പ്രശ്നം? പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടയാളാണ്. തിരുവല്ല മുത്തൂർ ശിവക്ഷേത്രം വിശ്വാസികൾക്ക് ഒരു പ്രയാസവും ഉണ്ടായില്ല. 21 വയസ്സുള്ള ചെറുപ്പക്കാരൻ താന്ത്രിക വിദ്യാപീഠത്തിൽ നിന്ന് തന്ത്രകർമ്മങ്ങൾ യഥാവിധി ചെയ്യുവാൻ പഠിച്ച് ശീലിച്ച് താൻ വിശ്വസിക്കുന്ന ദേവന്റെ ദേവകയുടെ സാന്നിധ്യത്തിലേക്ക് അഭിമാനാർഹമായ മനസ്സോടുകൂടെ നടന്നു കയറി. അപ്പോഴെന്താണ്? RSS സമരം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ക്ഷേത്രത്തിന്റെ ശ്രീകോവിലേക്ക് വരുന്നു. സമരം അവസാനിപ്പിച്ച് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് പോകേണ്ടതായി വന്നു. മുംബൈയിൽ കഴിഞ്ഞ മാസം ഉണ്ടായതുപോലെ തലയടിച്ച് തകർത്ത് കൊലപ്പെടുത്താൻ RSSന് കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സ് ചിന്തിക്കണം. മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല, ഭൂരിപക്ഷ സമുദായത്തിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾക്ക് നേരെ RSS ഉത്തരേന്ത്യയിൽ എമ്പാടും നടത്തുന്ന ആക്രമണങ്ങൾ എന്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടാവുന്നില്ല? ഈ NDF ഉണ്ടായിട്ടാണോ? ഈ കോൺഗ്രസ് ഉണ്ടായിട്ടാണോ? ഈ ലീഗ് ഉണ്ടായിട്ടാണോ? കേരളീയ അനുഭവ പരിസരം എന്താണ്? മാറാടുണ്ടായ കലാപത്തിന്റെ ആദ്യ ശ്രമങ്ങൾ ആ ചരിത്രം നമുക്കറിയാം. എന്തായിരുന്നു ഉണ്ടായിരുന്നത്? AK ആന്റണി സമാദരണീയനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസിന്റെ നേതാവാണ്. ഇപ്പൊ ഡൽഹിയിൽ നിന്ന് പ്രവർത്തനം അവസാനിപ്പിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നു. എന്താ ഉണ്ടായ അനുഭവം? 50,000-ലധികം വരുന്ന കരുത്തുണ്ട് കേരള പോലീസിന്. ഇപ്പോ അന്ന് ഏതാണ്ട് അത്രയും തന്നെയുണ്ട്. കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിയും മുഖ്യമന്ത്രിയും അദ്ദേഹമാണ്. ഉണ്ടായ അനുഭവം എന്താ? ഒരു മതവർഗീയ കലാപം നടക്കുന്ന ഇടത്തേക്ക് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ മനുഷ്യനെ കാലുകുത്താൻ വേണ്ടി കഴിഞ്ഞോ? എന്തായിരുന്നു പ്രതികരണം? RSS NDF പറഞ്ഞു അരുത് അരുത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെയിരുന്നു. എവിടെയിരുന്നു? തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ കസേരയിൽ അമർന്നിരുന്നു.
അങ്ങോട്ടേക്ക് പോകാൻ ആരാ ഉണ്ടായത്? അങ്ങോട്ടേക്ക് പോകാൻ UDF-ന്റെ നേതൃത്വം ഉണ്ടായില്ല. ആ 100 കണക്കിന് വരുന്ന ആഭ്യന്തര സുരക്ഷാ സേനകളുടെ സർവ്വസൈന്യാധിപനെന്ന് നമുക്ക് വിവക്ഷിക്കാൻ കഴിയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്, മുൻ കോൺഗ്രസ് നേതാവിന് അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സഖാവ് VS ആണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് പിണറായിയാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം, പ്രതിപക്ഷത്തല്ലേ, കുറച്ച് കലാപമൊക്കെ ഉണ്ടാവട്ടെ, പോലീസിനെ 2 തെറി പറയാം, UDF-നെതിരെ സമരം നടത്താം. നമ്മൾ കണ്ടോ എന്താ ഉണ്ടായത്? മതവിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് നിഷ്കളങ്കരായ നിരപരാധികളായ അവരായ മനുഷ്യായുസ്സുകളുടെ രക്തം തളം കെട്ടിക്കിടക്കുന്ന മാറാടേക്ക് ഹിന്ദുവിനെയും മുസൽമാനെയും പരസ്പരം കൈകൾ കോർത്ത് ചേർത്ത് പിടിച്ച് ഒരു മതനിരപേക്ഷ സംഗമം നടത്താൻ മുമ്പോട്ടേക്ക് വന്നത് മാറാട് ഇടതുപക്ഷമായിരുന്നു. സഖാവ് പിണറായി ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രഖ്യാപനം, ആ പ്രസംഗം പല ആളുകളുടെയും കാതുകളിൽ ഉണ്ടാകും. അന്ന് സഖാവ് പിണറായി തടിച്ചുകൂടിയ മതനിരപേക്ഷ മഹാസംഗമത്തിൽ പങ്കെടുത്ത മഹാഭൂരിപക്ഷം പറഞ്ഞ മനുഷ്യായുസ്സോട് പറഞ്ഞു, ഞാനും സഖാവ് VS ഇങ്ങോട്ടേക്ക് വന്നത് ഒരു പോലീസിന്റെയും ആയുധത്തിന്റെ സംരക്ഷണത്തിലല്ല. ഞങ്ങൾക്കറിയാം ഇവിടെ NDF ഉണ്ട്, ഞങ്ങൾക്കറിയാം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിലക്കിയ RSS-ഉം NDF-ഉം ഊരിപ്പിടിച്ച കടാരകളുമായി ഈ തെരുവീതികളിൽ പലയിടങ്ങളിലുമുണ്ട്. ഞങ്ങൾ വന്നത് ആരുടെ കരുത്തിലാണ്? 50,000-ത്തിലധികം സുരക്ഷാ സേനയുടെ സർവ്വസൈന്യാധിപൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രി കസേരയിൽ അമർന്നിരുന്നപ്പോ മതകർഗീയ കലാപത്തിന്റെ നൃശംസതകൾ പൊട്ടിവീണ മാറാടേക്ക് കലാപമുണ്ടാകാൻ പാടില്ല, മതനിരപേക്ഷതയാണ് പുലരേണ്ടത് എന്ന് പ്രഖ്യാപിക്കാൻ പിണറായിയുടെ വാക്കുകൾ പ്രകാരമാണ് ഞാനും സഖാവ് VS ഇങ്ങോട്ടേക്ക് വന്നത്. ഈ കടാരമനകൾക്ക് മുമ്പിലൂടെ ഇങ്ങോട്ടേക്ക് വന്നത് കേരളത്തിലെ പോലീസിന്റെ കരുത്തിലല്ല, മറിച്ച് ഏത് മതതീവ്രവാദിയുടെ കടാരമുറയെയും ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100 കണക്കിന് വരുന്ന പ്രവർത്തകരുടെ കരുത്തിലാണ് എന്നാണ് പ്രസംഗം. ഇതാണ് കേരളത്തിന്റെ ഭൂതകാലം. ആരുണ്ടായിരുന്നു? മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെട്ട ദിനരാത്രങ്ങളിൽ, രസാസന്ധികളിൽ, ചരിത്രത്തിന്റെ പൂർവ്വകാലങ്ങളിൽ ആരുണ്ടായിരുന്നു? ഇവിടെ എവിടെയും ഈ കൂട്ടരെ കാണാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓർമ്മിക്കുന്നു, ആ സമീപത്ത് ഏതാണ്ട് 7 വർഷക്കാലം മുമ്പാണ് ഡൽഹിയിൽ കേരള ഹൗസിൽ ഏറ്റവും ഒടുവിലത്തെ UDF ഭരണം. അത് സാങ്കേതികമായി ഞാൻ പറഞ്ഞതാണ്, അവർ അവിടെ കൊണ്ട് അവസാനിച്ചു എന്ന അർത്ഥത്തിലൊന്നുമല്ല പറഞ്ഞത്, കോൺഗ്രസ്സുകാർ തെറ്റിദ്ധരിക്കണ്ടല്ലോ. ഏറ്റവും ഒടുവിലത്തെ UDF ഭരണത്തിന്റെ കാലം എന്തായിരുന്നു ഉണ്ടായിരുന്നത്? രാജ്യമെമ്പാടും പശുവിന്റെയും ഇറച്ചികളുടെയും പേരിൽ RSS കലാപം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഇപ്പോഴാണ് കേരളത്തിന്റെ അടുക്കളയിൽ, നമ്മുടെ ഭക്ഷണശീലം നമുക്കറിയാമല്ലോ, കേരള ഹൗസിൽ ബീഫുണ്ട്. ഒരു വേള ഡൽഹി പോലീസ് അറിയാം, ഡൽഹി സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ല, RSS-ന്റെ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് ഡൽഹി പോലീസ്. അപ്പോഴുണ്ട് കേരളത്തിന്റെ അടുക്കളയിൽ കയറി പരിശോധിക്കുന്നു. നമുക്കറിയാം ഇടതുപക്ഷം ഡൽഹിയിലെ ഒന്നാമത്തെ രാഷ്ട്രീയ ശക്തിയൊന്നുമല്ല. അപ്പോഴാണ് വലിയ പ്രതിഷേധം. ഇന്ത്യയുടെ കേരളത്തിന്റെ മതനിരപേക്ഷ ചേരിയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും വലിയ പ്രതിഷേധം. കേരളത്തിന്റെ മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി, സമാദരണീയനായ കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ കേരളത്തിന്റെ അടുക്കളയിൽ കയറി RSS-ന്റെ തിട്ടൂരവുമായി ചില ആളുകൾ പരിശോധന നടത്തിയല്ലോ, അങ്ങ് എന്താണ് ഇടപെടാത്തത്? അന്നത്തെ മുൻ മുഖ്യമന്ത്രിയുടെ മറുപടി, പട്ടാമ്പിയിലുള്ള UDF പ്രവർത്തകർ നിർബന്ധമായും ഓർമ്മിച്ചിരിക്കണം, അദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ യോഗം അവിടെ ചേർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ എന്താ ചെയ്തത്? ഉള്ള ആളുകൾ, മുഴുവൻ ആളുകളും കേരള ഹൗസിന് മുമ്പിൽ വന്നു. പരസ്പരം കൈകൾ കോർത്ത് ചേർത്ത് പിടിച്ചത് കൊണ്ടൊരു പ്രതിഷേധ ചങ്ങല കേരള ഹൗസിന്റെ ക്യാൻറ്റീന്റെ മുമ്പിൽ തീർത്തു. സഖാവ് പിണറായി വിജയനും കേരളത്തിന്റെ മുൻ ആരോഗ്യമന്ത്രി സഖാവ് PK ശ്രീമതിയും ഒക്കെ ആ പ്രതിഷേധ ശൃംഖലയുടെ ഭാഗമായിരുന്നു. പിറ്റേ ദിവസം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, ദലിത് കവി കൂടിയായിട്ടുള്ള മീന കന്ദസ്വാമി, അവർ തമിഴ്നാട്ടിൽ ജനിച്ച ആളാണ്, ഇടതുപക്ഷ രാഷ്ട്രീയ സഹയാത്രികയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറൊന്നുമല്ല. മീന കന്ദസ്വാമി ഇന്ത്യയെമ്പാടും പശുവിന്റെയും ഇറച്ചികളുടെയും പേരിൽ മനുഷ്യന്മാരെ കൊല്ലാക്കൊല ചെയ്യുകയും അവരായ മനുഷ്യായുസ്സുകളുടെ ചോര കുടിച്ച് വീർക്കുകയും ചെയ്യുന്ന സംഘപരിവാർ അനുഭവങ്ങളുടെ കാലമായിരുന്നു അത്. ആ അനുഭവത്തിൽ എവിടെയും ഒരു പ്രതിരോധമില്ല, എവിടെയും ഒരു പ്രതിഷേധമില്ല. പക്ഷെ കേരളത്തിന്റെ അടുക്കളയിൽ പ്രവേശിച്ചപ്പോൾ അവിടെ ഇടതുപക്ഷ നേതാക്കന്മാർ അവിടെ വന്നു പ്രതിഷേധം സംഘടിപ്പിച്ചു. ആ ചിത്രം സാമൂഹ്യ മാധ്യമ ഇടത്തിൽ ട്വീറ്റ് ചെയ്തുകൊണ്ട് സുന്ദരമായ കവിതയുടെ 2 വാചകങ്ങൾ എന്നതുപോലെ അവർ എഴുതി, ഇറ്റ്സ് സോ കൂൾ ടു സീ ദാറ്റ് അറ്റ് ലീസ്റ്റ് എ പൊളിറ്റീഷ്യൻ വിത്ത് ഹാവിംഗ് എ ബാക്ക് ബോൺ, എന്ന് വെച്ചാൽ നട്ടലുള്ള ഒരു രാഷ്ട്രീയ നേതാവെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തുണ്ടല്ലോ എന്ന് മീന കന്ദസ്വാമി അഭിമാനത്തോടു കൂടെ പറഞ്ഞത് ഇടതുപക്ഷത്തെ നോക്കിയിട്ടാണ്. RSS എന്ന് കേൾക്കുമ്പോൾ മുട്ടുപറച്ചില്ല. ഉണ്ടായിരുന്നോ ഈ NDF? ഉണ്ടായിരുന്നോ കോൺഗ്രസ്? എവിടെയായിരുന്നു മുസ്ലിം ലീഗ്? ഇവിടെ എവിടെയും ഉണ്ടായില്ല. മതനിരപേക്ഷ രാഷ്ട്രീയ ചേരി എപ്പോഴൊക്കെ മുഖാമുഖ യുദ്ധത്തിൽ ഏർപ്പെട്ടോ, എപ്പോഴൊക്കെ മതനിരപേക്ഷതയ്ക്ക് നേരെ അക്രമമുണ്ടായോ, അവിടെ നമ്മൾ അഭിമാനത്തോടുകൂടെ പരിത്യാഗപൂർണമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കരുത്തുമായി ആ മതനിരപേക്ഷതയെ സംരക്ഷിക്കാൻ രാജ്യത്ത് ഇടതുപക്ഷമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ എന്താ കാണുന്നത്?
ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ കഴിയുമോ? എന്താ പ്രത്യേകത? ഇപ്പൊ ഏറ്റവും ഒടുവിൽ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം ദീർഘമായി പോകുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു, ഇപ്പൊ ഈ കേസിന്റെ പേരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ചെറിയ ഏജൻസി ഒന്നുമല്ല, 97% ആണ് കൺവിക്ഷൻ റേറ്റ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ്യതയുള്ള അന്വേഷണ സംഘമാണ് NIA. കസ്റ്റംസ് ഇവരൊക്കെ വന്നു, വട്ടമിട്ട് പറന്നില്ലേ? എത്ര നാളുകൾ? വരുംകാല തലമുറ, അത് രാഷ്ട്രീയവും മാധ്യമ പ്രവർത്തനവും ഒക്കെ പഠിക്കുന്ന വരുംകാല തലമുറ അഭൂതപൂർണമായ ശ്രദ്ധയോടുകൂടി ഒരു കൈപ്പുസ്തകം എന്ന പോലെ ഈ കാലഘട്ടത്തെ വായിക്കും. 1.5 വർഷക്കാലം കേരളത്തിലെ സർക്കാരിനെ വിചാരണ ചെയ്യാൻ എല്ലാ പത്രമാധ്യമങ്ങളും ഒരേ അച്ചുകൂടത്തിൽ നിന്ന് മഷിയെടുത്ത് വാർത്ത എഴുതി. പല ദിവസങ്ങളിലും പ്രസിദ്ധീകരിക്കപ്പെട്ട വാർത്തകൾക്ക് ഒരേ തലവാചകം. എങ്ങനെ മാതൃഭൂമിയുടെയും മനോരമയുടെയും എഡിറ്റോറിയൽ പോളിസി ഒന്നായി മാറിയോ? വരുംകാല തലമുറ അത്ഭുതം കൂറി വാർത്തകളെ പരിശോധിക്കും. പക്ഷെ എന്താ ഉണ്ടായത്? തുടർച്ചയായി വന്നുകൊണ്ടിരുന്ന വാർത്തകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ആരായത്? സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുള്ള ഇന്ത്യ വിരുദ്ധ സ്വഭാവമുള്ള ഒരു കേസിലെ പ്രതിയാണ്. ആ പ്രതിയുടെ വാക്കുകൾ നമ്മുടെ നാട്ടിൽ അത് വേദവാക്യാണ്. നല്ല അത്ഭുതത്തോടു കൂടെ ആലോചിച്ച് നോക്കൂ. ഇവരെ ആരാണ് സഹായിക്കുന്നത്? HRDS നമ്മുടെ ഇവിടെയാണ്, പാലക്കാട് ജില്ലയിൽ. ആരാണ് സഹായിക്കുന്നത്? RSSന്റെ NGO പണം കൊടുക്കുന്നു. RSSന്റെ NGO XUV വാഹനം കൊടുക്കുന്നു. RSSന്റെ NGO ഇടതുപക്ഷ സർക്കാരിനെതിരെ വാർത്താ സമ്മേളനം നടത്തുവാൻ പരവതാനി വിരിച്ചു കൊടുക്കുന്നു. RSSന്റെ NGO സ്വകാര്യ സുരക്ഷാ ബോഡി ഗാർഡുകളെ ഏർപ്പെടുത്തി കൊടുക്കുന്നു. എന്നിട്ട് ആരാ സമരം ചെയ്യുന്നത്? കോൺഗ്രസ് സമരം ചെയ്യുന്നു. ഇതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഒറ്റ ഉത്തരമേ ഉള്ളൂ. മതനിരപേക്ഷതയുടെ കറകളഞ്ഞ രാഷ്ട്രീയ ബോധ്യം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയിലെ ഏക ഗവൺമെന്റിനെ എന്തുവിധേനയും അട്ടിമറിക്കണം. അതിനു വേണ്ടിയിട്ടാണ് എത്രയോ പെരുമരക്കൽ നുണകളുടെ പെരുമഴ പ്രവാഹത്തിന് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചു. സ്വർണ്ണക്കടത്ത്, പരിശുദ്ധ ഖുർആൻ, ഈന്തപ്പഴത്തിലെ കുരു, ഓഫായി പോയ GPS, കത്തിപ്പോയ സെക്രട്ടേറിയറ്റ്, നശിച്ചുപോയ ഫയലുകൾ, മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹ ചടങ്ങ്, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്നുള്ള ഫോൺ കോൾ, ക്ലിഫ് ഹൗസിലെ ചടങ്ങ്, ഇങ്ങനെ ഓരോ ദിവസവും ഓരോ നുണയെന്നത് പോലെ അച്ചടിച്ച് വിതരണം ചെയ്തത് പിൻവലിച്ചു പോകേണ്ട വന്നില്ലേ? കേരളത്തിലെ UDF-നും മാധ്യമ സംഘത്തിനും എന്തായിരുന്നു ഉണ്ടായ അനുഭവം? ഇപ്പൊ ചില മാധ്യമ പ്രവർത്തകർ, ഞങ്ങൾക്ക് വാർത്തകൾ ലഭിച്ചാൽ ഞങ്ങൾ കൊടുക്കില്ലേ, നമുക്കൊരു പ്രയാസവും ഇല്ല, ഏത് മാധ്യമ സംഘവും കൊടുത്തുകൊള്ളട്ടെ. നമ്മളെന്താ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ UDF-നെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ കൂട്ടർ ഏത് കാര്യങ്ങളും ഞങ്ങൾക്കെതിരായിരുന്നു. പക്ഷേ കേരളം ഇന്ത്യയിൽ ആദ്യമായി 100% സാക്ഷരത നേടിയതുപോലെ ഈ മാധ്യമ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കപ്പെട്ട് ലിറ്ററസി മാത്രമല്ല, ഒരു മാധ്യമ സാക്ഷരത ഉയർന്നു വന്നിട്ടുള്ള സമൂഹമായി കേരളം മെല്ലെ മെല്ലെ രൂപാന്തരപ്പെടുകയാണ്. എങ്ങനെ രൂപാന്തരപ്പെട്ടത്? 6 മാസക്കാലം വാർത്ത എഴുതി മുഖ്യമന്ത്രിയുടെ ഓഫീസർ, മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, മുൻ സ്പീക്കർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭ, ഓരോ ദിവസവും ഓരോ വാർത്ത. എന്താ ഉണ്ടായ അനുഭവം? തെരഞ്ഞെടുപ്പ് വന്നപ്പോ UDF കരുതി മാധ്യമ സ്ഥാപനങ്ങളുടെ മുതലാളിമാരുടെ മേശയിൽ നിന്ന് താഴേക്ക് വീഴുന്ന അപ്പക്കഷ്ടം രുചിച്ചുകൊണ്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി UDF വിചാരിച്ചു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകും, ഞങ്ങളുടെ മന്ത്രിസഭയുണ്ടാകും. ഇതായിരുന്നല്ലേ ആഗ്രഹം? എങ്ങനെയാ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്? മാധ്യമ മുതലാളിമാരുടെ തീന്മേശയിൽ നിന്ന് നിലത്തേക്ക് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ രുചിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ UDF-ഉം കേരളത്തിലെ സംഘടിത മാധ്യമ സംഘങ്ങളും കരുതി ഇടതുപക്ഷം കടപുഴകി പോകുമെന്നുള്ളത്. എന്താ? ചലച്ചിത്ര സംവിധായകനായ രഞ്ജിത്ത് ഒരു വേള പങ്കുവെക്കുകയുണ്ടായ അദ്ദേഹത്തിന്റെ അനുഭവം. വയനാട് ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ സർവ്വസാധാരണക്കാരനായ ഒരു കർഷകൻ, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗത്വം എടുത്തിട്ടില്ലാത്ത ഒരാൾ നെടുവീർപ്പിട്ടുകൊണ്ടൊരു ചായ കുടിച്ചുകൊണ്ടിരുന്നവരെ ചലച്ചിത്ര സംവിധായകനായി ഇദ്ദേഹം ചോദിച്ചു, തെരഞ്ഞെടുപ്പൊക്കെയല്ലേ, ആർക്ക് വോട്ട് ചെയ്യും? നിങ്ങൾ ഏതെങ്കിലും പാർട്ടിയിൽ അംഗത്വമാണോ? ഒരംഗത്വവും ഇല്ല. വയോധികനായ സർവ്വസാധാരണക്കാരനായി മനുഷ്യൻ പറഞ്ഞു, ഇത് യഥാർത്ഥത്തിൽ ദുരിതങ്ങളുടെ കാലമായിരുന്നു, നെരുപ്പോടുകളുടെ കാലമായിരുന്നു, മഹാവ്യാധിയും പ്രതിസന്ധിയും ഒന്നിനു പുറകാതെ ഒന്നെന്ന പോലെ പെയ്തൊഴിഞ്ഞു വന്ന കാലമായിരുന്നു. പക്ഷേ ഒന്നുണ്ടായി. എന്താ ഉണ്ടായത്? രഞ്ജിത്തിന്റെ വാക്കുകൾ കടമെടുത്താൽ ആ കർഷകൻ പറഞ്ഞു പോലും, ഞങ്ങളുടെ വീടിന്റെ അടുക്കളയിലെത്തി കിട്ടുപോയില്ല, ഞങ്ങളുടെ വീടിന്റെ അടുക്കളയിലെത്തി കിട്ടുപോയില്ല. ദുരിതങ്ങളുടെയും നെരുപ്പോടുകളുടെയും കാലം. ഇപ്പൊ നമ്മൾ കണ്ടു ഇന്ത്യയുടെ സാഹചര്യം എന്തായിരുന്നു, ലോകമെമ്പാടും ഉയർക്കൊണ്ടുവന്ന വാർത്ത എന്തായിരുന്നു. ഇതേ മനോരമയുടെ മുൻപേജിൽ സമീപത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു വാർത്ത ഇതാണ്. ഇപ്പൊ സമീപത്ത് നമ്മുടെ നാട്ടിൽ വിശ്വമലയാളിയുടെ പ്രതീകമാണ് സന്തോഷ് ജോർജ് കുളങ്ങര. നമ്മൾക്ക് ഒരു വിയോജിപ്പുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചുര പ്രചാരം നേടി. വിശ്വമലയാളിയുടെ പ്രതീകമായ സന്തോഷ് ജോർജ് കുളങ്ങര സമീപത്ത് പറയുകയാണ്, അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കും. എനിക്കെന്റെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു വാർത്താധിഷ്ഠിത ചർച്ചയിൽ പറയുകയാണ്, എനിക്കെന്റെ വീട്ടിലിരുന്നു കൊണ്ട് ഗ്രീൻ കാർഡ് പുതുക്കാൻ വേണ്ടി കഴിയും, അതായത് അമേരിക്കൻ വിസ പുതുക്കാൻ വേണ്ടി കഴിയും. പക്ഷെ നിങ്ങൾ നോക്കൂ, കേരളത്തിന്റെ ഒരു വില്ലേജ് ഓഫീസിൽ പോയാൽ
7 ദിവസം 8 ദിവസം എത്ര നാളെടുക്കും? ഇത് വലിയ പ്രചാരം ശരിയാണ്. നമുക്കാർക്കും തർക്കമൊന്നുമില്ല. സർക്കാർ സംവിധാനങ്ങൾ ഇനിയും അപ്ഡേറ്റഡ് ആകണം. എല്ലാവർക്കും സ്വീകാര്യമായ, എല്ലാവർക്കും പ്രാപ്യമായ സർക്കാർ സംവിധാനങ്ങൾ എല്ലായിടത്തും ഉണ്ടാകണം. ഇപ്പോഴാ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഫയൽ തീർപ്പാക്കൽ യജ്ഞം കേരളത്തിന്റെ മുഖ്യമന്ത്രി ചർച്ച ചെയ്ത് 2 മാസക്കാലത്തേക്ക് തീരുമാനിച്ചു. FSCTയുടെ പ്രവർത്തകർ ആ മാസത്തിൽ ഒരു അവധി ദിനം പ്രവൃത്തി ദിനമാക്കി സർക്കാർ ഓഫീസുകളിലേക്ക് നീങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ ഇത് പ്രചരിപ്പിക്കുകയാണ്. കേൾക്കുമ്പോൾ നിഷ്കളങ്കമാണല്ലോ, ശരിയാണല്ലോ. അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ, നമ്മൾ തോറ്റു. അപ്പോ അവിടെ ഡൽഹി മുഖ്യമന്ത്രി വന്നു 2020 രാഷ്ട്രീയ സഖ്യത്തിന്റെ പ്രഖ്യാപനവുമായി. അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനം എന്താണ്? ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കൂടിയായ നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ആ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, എന്റെ സർക്കാർ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാരാണ്, ബഡ്ജറ്റ് സർപ്ലസ് ആണ്, ട്രഷറിയിൽ പണം മിച്ചമാണ്. നമ്മുടെ യാഥാർത്ഥ്യം എന്താ? KSRTC പെൻഷൻ കിട്ടാൻ വേണ്ടി ഇപ്പോഴും സമരം നടക്കുന്നു. നമുക്ക് പ്രതിസന്ധിയുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയുടെ ചെറിയ ബുദ്ധിമുട്ടുകൾ കേരളത്തെ അലട്ടുന്നുണ്ട്. പക്ഷേ ആ പ്രതിസന്ധികളെ കീറി മുറിച്ച് മുമ്പോട്ടേക്ക് പോകുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. അപ്പോഴും നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം ഇടതുപക്ഷം അടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ശരിയാണല്ലോ, ബഡ്ജറ്റ് മിച്ചമുണ്ടാവുക അതൊരു പ്രധാനപ്പെട്ട കാര്യമില്ലേ? ഇത് നമ്മൾ പങ്കുവെക്കേണ്ടതല്ലേ? ഇവരെയൊക്കെ സ്വീകാര്യതയുള്ള ആളുകളാണ്. സന്തോഷ് ജോർജ് കുളങ്ങര മുതൽ ഡൽഹി മുഖ്യമന്ത്രി വരെ സ്വീകാര്യതയുള്ള ആളുകളാണ്. നമുക്കാർക്കും തർക്കമില്ല. പക്ഷെ ഒരു ദേശരാഷ്ട്രത്തെ വിലയിരുത്തേണ്ടത് ഗ്രീൻ കാർഡ് വീട്ടിലിരുന്ന് പുതുക്കാൻ കഴിയും, അതുള്ളത് കൊണ്ട് അത് നല്ല രാഷ്ട്രം, അങ്ങനെ ഒരു നിർവചനത്തിന് സാധ്യതയുണ്ട്. ബഡ്ജറ്റ് മിച്ചമാണ്, ട്രഷറിയിൽ പണം ബാക്കിയുണ്ട്, അതുകൊണ്ട് അതൊരു നല്ല സ്റ്റേറ്റ്, അങ്ങനെ നമുക്ക് നിർവചിക്കാൻ സാധ്യതയുണ്ടാവും. രണ്ടും നമ്മുടെ മുമ്പിലുണ്ടായ സംഭവവികാസങ്ങൾ എന്താണ്? നമ്മൾ പട്ടാമ്പിയിൽ ഒത്തുചേരുന്നതിന് ഏതാണ്ട് 1.5 മാസക്കാലത്തിന്റെ പുറകിൽ ലോകമെമ്പാടും കോവിഡ് മരണങ്ങൾ 50 ലക്ഷത്തിലേക്ക് എത്തി. മനോരമയുടെ സചിത്ര വാർത്ത 50 ലക്ഷം മരണസംഖ്യ. ആ വാർത്തയുടെ 1ാമത്തെ വാചകം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ മരണസംഖ്യ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 1ാമത്തെ രാജ്യം ആരാണ്? അണ്ടർ ഡെവലപ്ഡ് നേഷൻസ് അല്ല, ആഫ്രിക്ക, സുഡാൻ, നൈജീരിയ എന്നുള്ള രാജ്യങ്ങളല്ല, സാർവത്രിക ആരോഗ്യ സംവിധാനങ്ങൾക്ക് ദൗർബല്യമുള്ള രാജ്യങ്ങളല്ല. 7.5 ലക്ഷം മനുഷ്യ മൃതദേഹങ്ങളെയും ലോകത്തിന് മുമ്പിൽ ശിരസ്സു കുനിച്ച് ഏറ്റുവാങ്ങേണ്ട വന്ന ലോകത്തിലെ ഏറ്റവും വലിയ മരണസംഖ്യ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. പട്ടാമ്പിയിലുള്ള ഏതു ചെറുപ്പക്കാരന്റെയും ചെറുപ്പക്കാരുടെയും ട്രാൻസ്ജെൻഡറിന്റെയും പലായന സ്വപ്നങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന, ചേതനയുളവാക്കുന്ന 1ാമത്തെ ലോകരാഷ്ട്രം അതേ അമേരിക്കയാണ്. 7.5 ലക്ഷം മനുഷ്യ മൃതദേഹങ്ങളെ ഏറ്റുവാങ്ങേണ്ട വന്നത്. നമ്മളുടെ മുൻ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞു, നമ്മൾ ഈ അമേരിക്കയെ മാതൃകയാക്കണം, മിറ്റിഗേഷൻ മെത്തേഡ് സ്വീകരിക്കണം. ഇതായിരുന്നു ഉപദേശം. നമ്മൾ സ്വീകരിച്ചില്ല. പക്ഷെ എപ്പോഴെന്തുണ്ടായി? 7.5 ലക്ഷം മൃതദേഹങ്ങളെ ഏറ്റുവാങ്ങേണ്ട വന്നു. ഡൽഹി മുഖ്യമന്ത്രി കേരളത്തിൽ വന്ന് പറഞ്ഞു, ബഡ്ജറ്റ് മിച്ചമാണ്, ട്രഷറിയിൽ പണം ബാക്കിയുണ്ട്. 2 മാസക്കാലം പിറകിലുള്ള വർത്തമാനകാല ഇന്ത്യയുടെ ചിത്രം നിങ്ങൾ എടുത്ത് പരിശോധിക്കാം. RML റാം മനോഹർ ലോഹിയ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആകാശങ്ങളിൽ സമുജ്വലമായ സംഭാവന നൽകിയ രാഷ്ട്രീയ അധികായനായ മനുഷ്യന്റെ പേരിലാണ് റാം മനോഹർ ലോഹിയ ആശുപത്രി രാജ്യതലസ്ഥാനത്ത് ശിരസുയർത്തുന്നത്. ഒറ്റ ദിവസം പ്രസിദ്ധീകരിക്കപ്പെട്ട വാർത്ത, ഹിന്ദുവിന്റെ മുൻപേജിൽ വന്ന ചിത്രം, 38 മനുഷ്യജീവനുകളാണ് പ്രാണവായു കിട്ടാതെ രാജ്യതലസ്ഥാനത്ത് RML ആശുപത്രിക്ക് മുമ്പിൽ ക്യൂ നിൽക്കവേ മരിച്ചു വീഴേണ്ടതായി വന്നത്. ഈ കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, KSRTCക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കേരളം കടത്തിലാണെന്ന് ചോദിച്ചാൽ ചെറിയ കടങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പറയുകയാണ്, അമേരിക്കയിലേക്ക് ഗ്രീൻ കാർഡ് എനിക്ക് വീട്ടിൽ നിന്ന് പുതുക്കാൻ വേണ്ടി കഴിയും, കേരളത്തിന്റെ വില്ലേജ് ഓഫീസിൽ കുറച്ച് ദിവസം നിൽക്കേണ്ടതായി വരും. അമേരിക്കയുടെ ഗ്രീൻ കാർഡ് പുതുക്കാൻ ഒറ്റ ദിവസം മതി, കേരളത്തിന്റെ സർക്കാർ ഓഫീസിൽ 2 ദിവസം നിൽക്കേണ്ടതായി വരും. ഡൽഹി മുഖ്യമന്ത്രി എന്ന് പറയുന്നു, ബഡ്ജറ്റ് മിച്ചാണ്, ട്രഷറിയിൽ പണം ബാക്കിയുണ്ട്. ഈ 2 രാജ്യങ്ങളുടെയും മനുഷ്യന്റെ അവസ്ഥ എന്തായിരുന്നു? മഹാവ്യാധിയും മനുഷ്യ സമുദായവും നിതാന്ത സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ, മരണവും മനുഷ്യനും തമ്മിൽ നിതാന്ത യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ മരണസംഖ്യ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ലോകത്തിലെ 1ാമത്തെ രാജ്യം വീട്ടിലിരുന്നു കൊണ്ട് ഗ്രീൻ കാർഡ് പുതുക്കാമെന്ന് അവകാശപ്പെട്ട യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. ആ സമയത്ത് മാതൃഭൂമി വാരാന്ത്യ പതിപ്പിലെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഷിംഗ്ടൺ DC സ്വദേശിയായിട്ടുള്ള ടെറി ജോൺ കോൺവേഴ്സ് എന്ന് പറയുന്ന അധ്യാപകനായ നാടക പ്രവർത്തകൻ കോവിഡിന് മുമ്പ് കേരളത്തിൽ എറണാകുളം ജില്ലയിൽ വന്നു. കോവിഡ് വന്നു, ലോക്ക്ഡൌൺ ആയി, വിസ കാലാവധി അവസാനിച്ചു. ഹൈക്കോടതിയിൽ അയാൾ ഒരു ഹർജി സമർപ്പിച്ചു. സമർപ്പിച്ച ഹർജിയുടെ പ്ലീ എന്ന് പറയുന്നത് ചെറിയ സ്ഥലമല്ല, അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്ഥാനാപതി കാര്യാലയം ഉൾപ്പെടുന്ന വാഷിംഗ്ടൺ DC സ്വദേശിയാണ്. വീട്ടിലിരുന്നു കൊണ്ട് ഗ്രീൻ കാർഡ് പുതുക്കാൻ കഴിയുന്ന രാഷ്ട്രത്തിന്റെ ഏറ്റവും സുരക്ഷിതത്വമുള്ള പ്രദേശത്തിലെ പ്രദേശവാസിയാണ് അയാൾ. കേരളത്തിൽ എറണാകുളത്ത് വന്ന് ലോക്ക്ഡൌണിൽ പെട്ടു.
വിസ കാലാവധി അവസാനിച്ചു. ഹർജി സമർപ്പിച്ചു. എന്താ ഹർജിയുടെ പ്ലീ? ഞങ്ങൾ അഭിമാനത്തോടുകൂടെ ഡിവൈഎഫ്ഐ ലോകത്തോട്, കേരളത്തോട് വിളിച്ചു പറയും, വാഷിംഗ്ടൺ DC സ്വദേശിയായ പ്രൊഫസർ ടെറി ജോൺ കോൺവേഴ്സ് കേരള ഹൈക്കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ച ഹർജിയുടെ പ്ലീ എന്ന് പറയുന്നത്, എന്നെ എന്റെ സ്വന്തം രാഷ്ട്രമായ ന്യൂയോർക്കിലേക്ക്, അമേരിക്കയിലേക്ക് മടക്കി അയക്കല്ല. എന്റെ ജീവൻ ഇപ്പോൾ സുരക്ഷിതത്വം അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യേക്കാൾ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ എറണാകുളമാണ്. കേരളത്തിന്റെ ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട പ്ലീയാണ്. ദേശരാഷ്ട്രങ്ങളെ വിശകലനം ചെയ്യേണ്ടത് ഗ്രീൻ കാർഡ് ഒറ്റ ദിവസം കൊണ്ട് പുതുക്കി കിട്ടുമെന്ന അർത്ഥത്തിലാണോ? ട്രഷറിയിൽ പണം മിച്ചമുണ്ടായെന്ന് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞു. കേരളത്തിന് കടമുണ്ട്, പ്രതിസന്ധിയുണ്ട്. പക്ഷേ ആശുപത്രിക്ക് മുമ്പിൽ ഒറ്റ ദിവസം 38 ആളുകൾ പ്രാണവായു കിട്ടാതെ മരിക്കേണ്ട വന്ന ദുരിതപൂർണമായ ഇന്ത്യയുടെ ചിത്രം വന്നത് ഇത് ഡൽഹിയിലാണ്. ഔട്ടർ ഡൽഹിയുടെ തീരങ്ങളെ തഴുകി ഉണർത്തുന്നു പോകുന്ന 2 നദികളാണ് ഗംഗയും യമുനയും. രാമായണം നമ്മോട് ആവശ്യപ്പെടുന്നത് ശതകോടിക്കണക്കിന് വരുന്ന മതവിശ്വാസികളുടെ വിശ്വാസ നൗകകളിൽ ദൈവിക ചൈതന്യത്തിന്റെ പ്രതീകമായി നദികളെ കണ്ട് ആരാധിക്കണമെന്നാണ്. കോവിഡ് കാലയളവിലെ ഇന്ത്യ സമ്മാനിച്ച ചിത്രം എന്താണ്? ഈ നദിക്കരകളിൽ ശതകോടിക്കണക്കിന് വരുന്ന മതവിശ്വാസികളുടെ വിശ്വാസ നൗകകളിൽ അനാഥ മൃതശരീരങ്ങൾ ഒഴുകി നടക്കുന്ന കാഴ്ച ഡൽഹിയിൽ കണ്ടു. കേരളത്തിൽ എന്താ? ഇവിടെ ഭാരതപ്പുഴ നമ്മുടെ ശരീരത്തെ തഴുകി ഉണർത്തി മുമ്പോട്ടേക്ക് പോകുന്നു. 44 നദികളുടെ സാന്ദ്രതയുണ്ട് കേരളത്തിന്. ഓരോ പഞ്ചായത്തിലും പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ ഫാമിലി ഹെൽത്ത് സെന്റർ മുതൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ വരെ കണ്ട. നമുക്ക് ലാഭം മിച്ചമില്ല, ട്രഷറിയിൽ പണം അങ്ങനെ ബാക്കിയില്ല, ബഡ്ജറ്റിൽ കുറച്ച് നഷ്ടങ്ങൾ കമ്മിയൊക്കെ ഉണ്ടാകും. പക്ഷെ എന്താ ഡൽഹി മുഖ്യമന്ത്രി നമ്മൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? കേരളത്തിന്റെ 44 നദിക്കരകളിൽ ഒരു നദിയോരത്ത് പോലും അനാഥനായ മനുഷ്യന്റെ മൃതശരീരം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പ്രാണവായു കിട്ടാതെ മരിക്കേണ്ടവെന്ന നാടിലാണ്ടായിരുന്നില്ല കേരളം. ഇത് ഹിന്ദുവിന്റെ വാർത്തയുടെ തലവാചകം കടമെടുത്താൽ ഇന്ത്യയെമ്പാടും പ്രാണവായുവിന് വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേരളത്തെ നോക്കി ദ ഹിന്ദു വാർത്ത എഴുതിയത് എ സിംഗിൾ സ്റ്റേറ്റ് വിത്ത് സർപ്ലസ് ഓക്സിജൻ. ഇന്ത്യ പ്രാണവായുവിന് വേണ്ടി പിടഞ്ഞപ്പോ മിച്ചം ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ച ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സംഭാവന ചെയ്ത രാഷ്ട്രം എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കരുത്തും കരുതലുമുള്ള നമ്മുടെ കേരളമാണ്. മനുഷ്യന്റെ അന്തസ് അമേരിക്കയിലായിരുന്നോ കേരളത്തിലായിരുന്നോ കൂടുതൽ? നിങ്ങൾ ആലോചിക്ക്. ടെറി ജോൺ കോൺവേഴ്സ് പറഞ്ഞു, ഇപ്പൊ വാഷിംഗ്ടൺ DC വേണ്ട, എറണാകുളത്തെ കൊച്ചി മതി. പ്രാണവായു കിട്ടാതെ മരിക്കേണ്ട വന്ന ഡൽഹി. ബഡ്ജറ്റ് പണം വെച്ചാണ്, ട്രഷറിയിൽ പണം ബാക്കിയുണ്ട്. പക്ഷെ എന്താ? നമ്മൾ കടമെടുത്തു. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, ഈ പാൻഡമിക്കിന്റെ 3ാം തരംഗം വീശിയടിക്കുന്ന സമയത്ത് LDF മന്ത്രിസഭയുടെ ആദ്യ തീരുമാനം എന്ന് പറയുന്നത് 30 കോടി രൂപയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കടമെടുത്ത് നൽകുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് 30 കോടി രൂപ? ജനകീയ ഹോട്ടലുകൾക്ക്, സാമൂഹ്യ അടുക്കളകൾക്ക്. എന്തുകൊണ്ടാണ്? നമ്മളുടെ രാഷ്ട്രീയ നയങ്ങളുടെ കേന്ദ്ര ബിന്ദു മനുഷ്യനാണ്. CPIM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി സമീപത്തെഴുതിയ ലേഖനത്തിന്റെ തലവാചകമാണ് കീപ്പിംഗ് ദ പീപ്പിൾ അറ്റ് ദ സെന്റർ ഓഫ് റിഫോംസ്, നോട്ട് പ്രോഫിറ്റ്. അതാണ്. അമേരിക്ക വികസിത രാജ്യമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉള്ള രാജ്യമാണ്. പണം മിച്ചമാണ്, അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകൾ പറഞ്ഞാൽ. പക്ഷെ എന്താണ്? രാഷ്ട്രീയ നയങ്ങളുടെ കേന്ദ്ര ബിന്ദു ലാഭമല്ല, മനുഷ്യനായിരിക്കണം. എന്തുകൊണ്ട് കേരളത്തിന് വ്യത്യസ്തമായ അനുഭവം ഉണ്ടായി? നമ്മളുടെ രാഷ്ട്രീയ നയങ്ങളുടെ കേന്ദ്രബിന്ദു ലാഭമായിരുന്നില്ല, നമ്മളുടെ രാഷ്ട്രീയ നയങ്ങളുടെ കേന്ദ്രബിന്ദു മനുഷ്യനായിരുന്നു. അതാണ് കീപ്പിംഗ് ദ പീപ്പിൾ അറ്റ് ദ സെന്റർ ഓഫ് റിഫോംസ്, നോട്ട് പ്രോഫിറ്റ് എന്ന് സീതാറാം യെച്ചൂരി എഴുതിയ ലേഖനത്തിന്റെ തലവാചകം അവിടെയാണ്. നമ്മൾ കാണേണ്ടത് എന്താണ്? 30 കോടി രൂപ കേരളം മാറ്റിവെച്ചു. എങ്ങോട്ടേക്കാ മാറ്റിവെച്ചത്? കോവിഡ് വ്യാപനത്തിന്റെ ഘട്ടത്തിൽ സാമൂഹ്യ അടുക്കളകൾക്ക് 30 കോടി രൂപ. എന്തുകൊണ്ടാണ്? അവിടെ RSSും ലീഗും ഇടതുപക്ഷമൊന്നുമില്ല. വിശപ്പ് മൂലം ഒരൊറ്റ മനുഷ്യൻ പോലും സങ്കടപ്പെടരുത് എന്ന ഒറ്റ രാഷ്ട്രീയ കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ. അപ്പം പണം കടമെടുത്തു, അങ്ങോട്ടേക്ക് കൊടുത്തു. അവസാന മനുഷ്യന്റെയും പട്ടിണിയെ റദ്ദ് ചെയ്യുന്ന അനുഭവം കേരളത്തിൽ ഉണ്ടാവുകയാണ്. ഈ മനുഷ്യപക്ഷ രാഷ്ട്രീയത്തെ കൂടുതൽ കരുത്തോടുകൂടെ മുമ്പോട്ടേക്ക് നയിക്കുക എന്നുള്ളതാണ് ഈ കാലം നമ്മോട് ആവശ്യപ്പെടുന്നത്. ചെറുതല്ലാത്ത വെല്ലുവിളികൾ ഈ രൂപത്തിൽ പല ഘട്ടത്തിൽ നമുക്ക് നേരിടേണ്ടതായി വരും. അവിടെ മഹാനായ ONVയുടെ ഏറ്റവും ഒടുവിലത്തെ കവിതയുടെ സകലം പറയുന്നത് പോലെ നിശബ്ദരാക്കപ്പെടും മനുഷ്യർ തൻ ശബ്ദങ്ങൾ എങ്ങു നിന്നൊക്കെയോ കേൾക്കുന്നു. നമ്മൾ ജയിക്കും ഒരു ദിനം വന്നിടും. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളാണ് ഈ ഭൂമി. മത തീവ്രവാദികളുടെയും വംശീയതയുടെയും മനുഷ്യത്വ വിരുദ്ധരുടെയും ശബ്ദങ്ങൾ ലോകമെമ്പാടും എന്നതുപോലെ പട്ടാമ്പിയിലും പാലക്കാടും ഒക്കെ നമുക്ക് കേൾക്കേണ്ടതായി വരും. പക്ഷെ നമ്മൾ പറയേണ്ടത് എന്താണ്? നിശബ്ദരാക്കപ്പെട്ട മനുഷ്യരുടെ ശബ്ദങ്ങൾ പല പ്രദേശത്തു നിന്നും കേൾക്കും. ഇവരുടേതല്ല. 13 പേരല്ലേ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അല്ലേ? 13 മത തീവ്രവാദ സംഘം പട്ടാമ്പിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. പട്ടാമ്പി ആരുടേതാണ്? അതിനുശേഷം ഡിവൈഎഫ്ഐ അഭിമാനത്തോടുകൂടെ പറയുന്നു 13 മത തീവ്രവാദികളുടേതല്ല, അതിനുമപ്പുറം 10,000 വരുന്ന മതനിരപേക്ഷ വിശ്വാസികളുടേതാണ് പട്ടാമ്പി എന്ന് ഡിവൈഎഫ്ഐ പറയുന്നു. അഭിമാനാർഹമായി രാഷ്ട്രീയത്തെ കൂടുതൽ കരുത്തോടുകൂടെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് ഈ മഹാസംഗമം കരുത്തു പകരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളെ ആകെ രാജ്യത്തെ യുവജന പ്രസ്ഥാനത്തിനു വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനം.